അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സുരേഷാണ് റീസ് കപ്പിൽ നിന്ന്. അംബിക റീസ് കപ്പിൽ നിന്നും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വീഡിയോയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് കുറേ ദിവസമായിട്ട് നമുക്ക് മരുന്നരി മോട്ടർ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കറണ്ടടി ഹോണ്ടയുടെ ഒരു മോട്ടർ എത്തിയിട്ടുണ്ട്. കറണ്ടൻ്റെ അല്ല, പെട്രോൾ മോട്ടർ ഹോണ്ടയുടെ ഓർഡർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് കുറേ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് ഫർണിച്ചറുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മോട്ടർ ഇന്നലെ വൈകുന്നേരം അല്ലേ ഒരെണ്ണം വന്നത്. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അതെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. നമ്മളെ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും കാണാനും നമ്മളെ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സലാമിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന്. പിന്നെ അവിടെ വെൺമണിയിൽ നിന്ന് സാബു ചേട്ടനും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് നമ്മൾ വലിയൊരു കടയായിട്ടല്ല നമ്മൾ നടത്തുന്നത്. നമ്മുടെ കട ചെറിയൊരു കടയാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വെക്കാനായിട്ട് സാധനങ്ങൾ ഇടയില്ലാത്തതുകൊണ്ട് നമ്മൾ പാർട്ടിയുടെ അടുത്ത് പോയി അവിടെ വെച്ച് തന്നെ റീസെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്ര നാൾ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ വരാം. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അതിൽ എക്സ്പേർട്ടല്ല. ആണോ? അല്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ വരുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ചില തെറ്റുകൾ ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ രണ്ടും വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നുമല്ല. ഞങ്ങളൊരു ആവറേജ് വിദ്യാഭ്യാസമുള്ള ആവറേജ് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകൾ ഉണ്ടാകാം. പിന്നെ ഞങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേർക്കും തൃപ്തമായ രീതിയിലുള്ള സർവീസാണ് ഞങ്ങൾ നടത്തുന്നത്. കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും വില പറയുന്നില്ല, അതൊരു കംപ്ലൈൻ്റ് ഉള്ളതാണ്. പക്ഷെ വാങ്ങുന്ന ആൾക്കും മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന എന്ത് വിലയ്ക്കാണ്, അവർക്ക് ലാഭകരമായ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഇതിനെപ്പറ്റിയാണ് കൂടുതലും കമന്റിലാണേലും പറയുന്നത്. അപ്പം ഞങ്ങളെ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വില പറയാൻ പറ്റില്ല, അത് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഓഫർ അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നമ്മൾ അടുത്ത പ്രദേശത്താണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് ഒരു ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് അവർ ഓക്കെ പറയുവാണെങ്കിൽ ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പാർട്ടിക്ക് പൈസ കൊടുക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം തിരിച്ചിവിടെ കൊണ്ടുവന്ന് തന്നാൽ അവർ തരുന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ സമീപിച്ചവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നല്ല രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്, അറിവില്ലായ്മയുടേതായ ചെറിയ ചെറിയ പ്രോബ്ലംസ്. അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതൊന്നും പഠിച്ചിട്ട് വന്ന ആൾക്കാരല്ല. ഞങ്ങൾ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത്. എൻ്റെ ഭാര്യയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനാണ് വീഡിയോസിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ സിമ്പിളായിട്ടിരിക്കുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് മെയിനായിട്ടും വേണം. അതാണ് ഞങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ സപ്പോർട്ട് മെയിനായിട്ടും വേണം. എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഓടി എത്തുന്നതായിരിക്കും. കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ഞങ്ങൾ കോട്ടയത്തൊരു വീഡിയോസിൻ്റെ കേസിന് പോകുന്നുണ്ട്. അവിടെയും നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ചെയ്തത് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു എല്ലാവരും കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടെ പോയി അവിടുത്തെ വീഡിയോസ് എടുത്തിട്ട് പോരാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോഗ്രാഫറിൻ്റെ കൈ കഴിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കട ഇടുക്കി ജില്ല കട്ടപ്പനയ്ക്കടുത്ത് പുളിയന്മല എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ATM-നോട് ചേർന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുമ്പളി റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ മോട്ടർ നമ്മളടുത്ത് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു പീസേ ഉള്ളൂ കേട്ടോ, ഒറ്റ പീസേ ഉള്ളൂ. ആ പീസ് ആദ്യം നമുക്ക് ഒന്നെങ്കിൽ അഡ്വാൻസ് ഇട്ട് തരുക, അല്ലെങ്കിൽ
ആദ്യം ക്യാഷ് വരുന്ന ആൾക്ക് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് വിറ്റതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ വിറ്റെന്ന് പറയുന്നത്. ചില ആൾക്കാർ വിളിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുന്നത് നിങ്ങൾ ഇപ്പോഴല്ലേ വീഡിയോ ഇട്ടത്, അതെങ്ങനെ വിറ്റ് പോകുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മുടെ കടയെ സമീപിക്കാം. വിശ്വസ്തയോടുകൂടി തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു തരും. അപ്പം ബാക്കി പറഞ്ഞു. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നോക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. നന്ദി, നമസ്കാരം.